നമസ്കാരം. തൊടുകുറിയിലൂടെ ഒരു വ്യക്തി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചും മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 കരിക്കുകളാകുന്നു. അതിൽ ആദ്യത്തേതായ കരിക്ക് മഞ്ഞ നിറത്തിലുള്ള കരിക്കാകുന്നു. രണ്ടാമത്തെ കരിക്ക് പച്ച നിറത്തിലുള്ള കരിക്കാണ്. ഈ 2 കരിക്കുകളിൽ ഒരു കരിക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മഞ്ഞക്കരിക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ത്യാഗം ചെയ്യുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ വേണ്ടി പലപ്പോഴും പല ത്യാഗങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളവരാകുന്നു, സഹിച്ചിട്ടുള്ളവരാകുന്നു. എത്ര വേദന ജീവിതത്തിൽ സംഭവിച്ചാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുകയോ മനസ്സിലൊതുക്കി മുന്നോട്ട് പോവുകയോ ചെയ്യാം. വേദനയിലും ചിരിക്കുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസ്വസ്ഥതകൾ ഇല്ലാത്ത വ്യക്തികളാകുന്നു. അത് നിങ്ങളുടെ മനസ്സിന്റെ നന്മയാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പലപ്പോഴും ജീവിതത്തിൽ പല അവസരങ്ങളും കടന്ന് വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. പല വിധത്തിലുള്ള അവസരങ്ങൾ. എന്നാൽ ആ അവസരങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമായി പോയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. പിന്നീട് അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമം നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. പെട്ടെന്ന് തന്നെ ദേഷ്യം വന്ന് ചേരുന്നവരാണ് നിങ്ങൾ. പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ആരെയും ചതിക്കില്ല എന്നത് നിങ്ങളുടെ മനസ്സിന്റെ നന്മയായി തന്നെ പരാമർശിക്കാം. ദേഷ്യം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ പലപ്പോഴായി ശ്രമിക്കുന്നു എങ്കിൽ പോലും അതിൽ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈശ്വരാനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അഥവാ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ പല കാര്യങ്ങളിലും നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നവരാകുന്നു. അതിൽ പ്രധാനമായും ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ധനപരമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും ഘട്ടം ഘട്ടമായുള്ള മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. 3 മാസത്തിനുള്ളിൽ തന്നെ അല്പം കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. അതിനാൽ ആ സമയം വരെ നിങ്ങൾ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ പോലും അതിൽ നിന്നും മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റുള്ളവരോട് വിനയത്തിൽ പെരുമാറുന്നവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ സവിശേഷതയായി തന്നെ പരാമർശിക്കാം. നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ മറ്റുള്ളവർ കൈക്കലാക്കിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും മറ്റുള്ളവർ സ്വന്തമാക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ കഴിവ് നിങ്ങളെക്കാൾ കുറഞ്ഞ മറ്റു വ്യക്തികൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നതും വാസ്തവമാകുന്നു. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുത്തുന്നവരാണ് അല്ലെങ്കിൽ തൃപ്തിപ്പെടുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് നിങ്ങൾക്ക് വിഷമങ്ങൾക്ക് കാരണമാകാറുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നവരാണ് പല അവസരങ്ങളിലും നിങ്ങൾ. ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം. മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ കൊണ്ടും പ്രധാനമായും കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുന്നതായ സാഹചര്യത്താലും പലവിധ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്.
പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സഹാനുഭൂതി നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും ആവശ്യത്തിനാണ് സഹാനുഭൂതി വേണ്ടത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. എത്ര വലിയ വീഴ്ച നിങ്ങൾക്ക് സംഭവിച്ചാലും ഉയർന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾ 3 മാസത്തിനുള്ളിൽ ചില പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഒരിക്കലും നിങ്ങൾ വിഷമിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ നിർത്തേണ്ടതായിട്ടില്ല. മുന്നോട്ട് തന്നെ പോവുക. കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കഠിനാധ്വാനത്തോടെ തന്നെ മുന്നോട്ട് പോകണം. രണ്ടാമത്തെ കരിക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. വളരെയധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട്. എന്നാൽ പലപ്പോഴും ഒന്നും ഭംഗിയായി നടക്കാത്തതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതായ സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത്. പല കാര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യം. ഇത് പലപ്പോഴും നിങ്ങൾക്ക് വിഷമങ്ങൾക്കും അഗാധമായ ദുഃഖങ്ങൾക്കും കാരണമാകുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും ഒപ്പം നിൽക്കേണ്ടവർ പോലും നിങ്ങൾക്കൊപ്പം നിൽക്കാത്തതായ, അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറയുന്ന, കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ക്ഷമ വേണ്ടിടത്ത് അതില്ലാത്തതിനാൽ അബദ്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ്, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ പ്രവൃത്തിയാൽ മറ്റുള്ളവർ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ പലപ്പോഴും പുഞ്ചിരിക്കും എങ്കിൽ പോലും അതിൽ ചിലരെങ്കിലും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ അനുകൂലം എന്ന് വിചാരിക്കുന്ന ചില വ്യക്തികൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി എന്ന് വരാം. ഭാവിയിൽ അത്തരം ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. നിങ്ങളെ ദ്രോഹിക്കുന്നവരായ വ്യക്തികളുണ്ട്, അഥവാ നിങ്ങൾക്ക് പലവിധ വിഷമങ്ങൾ നൽകുന്നതായ വ്യക്തികളുണ്ട്. അവരോട് ദൈവം ചോദിക്കും എന്ന മനോഭാവത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. പലപ്പോഴും സ്വയം നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാകുന്നു. അത് മറ്റുള്ളവർക്ക് വേണ്ടിയും നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ആ വ്യക്തികൾ പലപ്പോഴും അത്തരം കാര്യങ്ങൾ മറന്ന് പോയിട്ടുള്ളവരാകുന്നു. കർമ്മരംഗത്ത് പലവിധ പ്രശ്നങ്ങൾ, വിഷമതകൾ നേരിടുന്നവരാണ് നിങ്ങൾ. അതിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. 2 മാസത്തിനുള്ളിൽ തന്നെ അല്പം കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ലക്ഷ്യബോധത്തോടെ പോകേണ്ടത് അനിവാര്യമാണ്. എന്നാൽ പല അവസരങ്ങളിലും നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. അതിനാൽ പല കാര്യങ്ങളിലും പരാജയങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. 5 മാസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ പോലും 5 മാസത്തിനുള്ളിൽ കൂടുതൽ അനുകൂലമായി തീരുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. എന്നാൽ കൃത്യമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. പെട്ടെന്ന് നടന്നില്ല എങ്കിൽ പോലും പല അവസരങ്ങളും, അഥവാ പല വാതിലുകളും നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. സൗഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഉയർച്ചയുടെ കാലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. തടസ്സങ്ങളോ ദുരിതങ്ങളോ ജീവിതത്തിലേക്ക് വന്നാലും 2 മാസത്തിനോ അല്ലെങ്കിൽ 5 മാസത്തിനോ ഉള്ളിലായി അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. കൂടാതെ ജീവിതത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കടന്ന് വരുന്നതുമാണ്. ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ പല കാര്യങ്ങളിലും തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച്
നിങ്ങൾ മുന്നോട്ട് പോവുക.